അതെല്ലാവർക്കും സാധിക്കും. പ്രത്യേകിച്ച് പണച്ചെലവില്ല. അവനവൻ്റെ വീട്ടിൽ ഏത് നിർധനനും കുടില് മുതൽ കൊട്ടാരം വരെ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. ഓം നമോ നാരായണായ. കർക്കിടക മാസം ആരംഭിക്കാറായി. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഗ്രഹങ്ങളിൽ ഒരു ശീലമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാൻ ഉള്ളതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന രഹസ്യം, ഈ രാമായണത്തിലൂടെ നമുക്ക് ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നേരെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന നമ്മുടെ പൂർവികന്മാരെ സ്മരിക്കാൻ രാമായണമാണ് നല്ലതെന്നാണ്. അപ്പം അതുകൊണ്ടാണ് നേരെ രാമായണം കർക്കിടക മാസത്തിൽ വായിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ രാമായണം വായിച്ച് നേരെ ഉയർന്നങ്ങനെ വരും. അപ്പോൾ രാമായണം വായിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് ചെളിക്കുണ്ടിൽ നിന്നിങ്ങനെ ഉയർന്നങ്ങോട്ട് വരും. പക്ഷേ രാമായണം എല്ലാവർക്കും വായിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. കാരണം രാമായണത്തിലെ അത് മലയാളത്തിലാണെങ്കിൽ പോലും അത് ശുദ്ധമായിട്ട് വായിക്കണമെന്നാണ്. അപ്പോൾ ശുദ്ധമായിട്ട് വായിക്കുമ്പോൾ അതിൽ നേരെ അക്ഷര തെറ്റുകൾ വന്നാൽ അർത്ഥം വ്യത്യാസം വന്നത് വരാം. അപ്പോൾ ശുദ്ധമായിട്ട് അതിന് ഒരു ഈണത്തിൽ വായിക്കണമെന്നാണ് പറയും. കാരണം നേരെ ആ രാമായണത്തിനെ കുറിച്ച് പറയുന്ന കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്ത് വേണം, അതേപോലെ വായിക്കണമെന്നാണ്. അത് ഗൃഹസ്ഥന് വീട്ടിലെ ആർക്കും സാധിക്കില്ലെങ്കിൽ എന്ത് വേണം, ഒരാളെ നമ്മൾ ക്ഷണിച്ചു വരുത്തണമെന്നാണ്. അപ്പോൾ രാമായണം നന്നായിട്ട് വായിക്കുന്നതായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന ഒരാൾ വരണം. ഭക്തിയില്ലാത്ത ആളെ വിളിച്ചിട്ട് കാര്യമില്ല. ഭക്തനായിരിക്കുന്ന ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാമായണം നല്ലപോലെ വായിക്കുന്ന ഒരാളെ വിളിച്ച് ഇരുത്തി അദ്ദേഹത്തെ ഒരു പീഠത്തിൽ ഇരുത്തിയിട്ട് നേരെ രാമായണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാമായണം ഒരു പുതിയ ഗ്രന്ഥം വായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥമോ നേരെ വിളക്ക് കൊളുത്തിയിട്ട് അതിൻ്റെ മുമ്പിൽ വയ്ക്കുക. അദ്ദേഹത്തെ കൊണ്ട് നേരെ രാമായണം വായിപ്പിക്കുക. രാമായണ പാരായണം കഴിഞ്ഞിട്ട്, അപ്പോൾ സാധാരണഗതിക്ക് പാരായണ അവസാനത്തിൽ നേരെ അദ്ദേഹത്തിന് നേരെ അന്നം, അതേപോലെ വസ്ത്രം, അതേപോലെ ഒരു ദക്ഷിണ, നമ്മുടെ കഴിവിനൊത്ത ദക്ഷിണ, ഇത്ര എന്നില്ല, കഴിവിനൊത്തതായിരിക്കുന്ന ഒരു ദക്ഷിണ. കാരണം വസ്ത്രം കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു വസ്ത്രം അത് നേരെ 2 തോർത്തുമുണ്ട് കൊടുത്താലും വസ്ത്രമാണ്, വലുതായിരിക്കുന്ന ഡബിൾ മുണ്ട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് നേരെ ഇണവസ്ത്രം കൊടുക്കണം എന്നാണ് പറയാം. ഒരൊറ്റ തോർത്ത് കൊടുത്താൽ പോരാ, ഒറ്റ മുണ്ട് കൊടുത്താലും പോരാ, ഇണവസ്ത്രം കൊടുക്കണമെന്നാണ്. അപ്പോൾ 2 തോർത്ത് കൊടുത്തിട്ട് അതിൽ നേരെ നമ്മുടെ സാധിക്കുന്ന ഒരു ദക്ഷിണ അതിൽ വെച്ച് കൊടുത്താൽ, അപ്പോൾ വസ്ത്രദാനമായി, നേരെ ദക്ഷിണാദാനവുമായി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ നമുക്ക് നേരെ ആഹാരം കൊടുത്ത് യാത്രയാക്കണമെന്നാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ സന്ധ്യാസമയത്താണ്, സന്ധ്യ കഴിഞ്ഞിട്ടാണ് വന്ന് വായിക്കുക. അപ്പോൾ വരെ ഭക്ഷണം കൊടുത്തയക്കാം, രാവിലെ വായിക്കുമ്പോൾ ഭക്ഷണം കൊടുത്തയക്കാം. അപ്പോൾ രാമായണം ഗൃഹത്തിൽ വായിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ വായിപ്പിക്കേണ്ടതാണ്. അതിന് നേരെ രാമായണം നന്നായിട്ട് അറിയാവുന്ന ആളുകളെ കൊണ്ടാണ് അത് വായിപ്പിക്കേണ്ടത് എന്നാണ് അതിലൂടെ പറയുന്നത്. അപ്പം ഇങ്ങനെ വായിപ്പിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു അതിഥിയെ നമ്മൾ സൽക്കരിക്കുന്ന ഭാവം നമുക്ക് കിട്ടും. അപ്പോൾ അതിഥി യജ്ഞം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും, ഒരു ബ്രഹ്മയജ്ഞം പൂർത്തിയാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നീട് നേരെ ഒരു ദേവയജ്ഞം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പം 3 യജ്ഞങ്ങൾ ഒരേപോലെ കലികാലത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ സ്വന്തമായിട്ട് രാമായണം വായിക്കാൻ അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് വായിക്കാം. അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് വായിപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് പറയുക. അപ്പോൾ അതിനാണ് നേരെ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു ആചാര്യനെ ഇരുത്തി അല്ലെങ്കിൽ ഒരു അതിഥിയെ ഇരുത്തിയിട്ട് നേരെ ഇത് വായിപ്പിച്ചു കഴിഞ്ഞാൽ സർവ്വശ്രേഷ്ഠമായിരിക്കുന്ന ഗുണങ്ങൾ അതിൽ ലഭിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ രാമായണം വീട്ടിൽ എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള പരാതി വേണ്ട, ഒരാളെ വിളിച്ച് നമുക്ക് നേരെ വായിപ്പിക്കാവുന്നതാണ്. അതാണ് കർക്കിടക മാസത്തിൽ സാധാരണ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ക്ഷണിച്ച് വരുത്തിയിട്ട് ആളുകളെ വായിപ്പിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഒരാളാകാം, 2 പേരാകാം, എത്ര പേരും ആകാം. പക്ഷേ ഒരാൾ നേരെ നല്ല പോലെ വായിക്കുന്നതായിരിക്കുന്ന ഒരു ഈണത്തിൽ വായിക്കണം. കാരണം രാമായണത്തിന്
പൊതുവായിരിക്കുന്ന ഒരു ഈണമുണ്ട്. ആ ഈണത്തിൽ വായിച്ചാലാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് തറഞ്ഞു കയറും. അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി, അപ്പോൾ ആ കർക്കിടക മാസത്തിൽ ഒരു ദിവസമെങ്കിലും പാരായണം ചെയ്താൽ മതി എന്നാണ് പറയുക. എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരു ദിവസം ഒരു അതിഥിയെ വിളിച്ച്, ഒരു ശ്രേഷ്ഠനെ വിളിച്ച് വായിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാമായണ പാരായണം ഗൃഹത്തിൽ നടത്തിയ ഫലം നമുക്ക് കിട്ടും. അവിടെ ആഞ്ജനേയൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. അതേപോലെ രാമൻ്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇരുത്തി വായിപ്പിക്കാനുള്ളതായിരുന്ന സൗകര്യം നമുക്കില്ല. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം, അതേപോലെ വീട്ടിൻ്റെ തിരക്കും, അതേപോലെ കുട്ടികളും എല്ലാം തന്നെയുള്ള സമയത്ത് സ്വസ്ഥമായിട്ടും സാധിക്കില്ല. നമ്മുടെ കഴിവും അനുസരിച്ചിട്ട് സാധിക്കില്ലെങ്കിൽ എന്ത് വേണം? അപ്പോൾ ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, കർക്കിടക മാസത്തിൽ രാവിലെ എഴുന്നേൽക്കണമെന്നാണ് പറയുക. രാവിലെ എഴുന്നേറ്റ് നേരെ കുളിച്ച് നേരെ ആ തുളസിത്തറയ്ക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടുക, അല്ലെങ്കിൽ ദശപുഷ്പം നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കിണ്ടിയിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തിയിട്ട് വിളക്കിൻ്റെ സമീപത്ത് ഈ കിണ്ടിയും ദശപുഷ്പവും എല്ലാം വെച്ച ശേഷം നമ്മൾ നേരെ രാമ 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 എന്ന് നേരെ 108 പ്രാവശ്യം ജപിച്ചാൽ മതി. അപ്പോൾ രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം മുഴുവൻ പൂർത്തിയായി എന്നാണ്. കാരണം രാമനാമത്തിനോളം വലുതൊന്നും മറ്റൊന്നുമില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ സഹസ്രനാമം ജപിച്ച ആ ചൊല്ലിയ ഫലം മുഴുവൻ കിട്ടും. അതാണ് സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്നാണ് ആ ദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വായിപ്പിക്കാനും സാധിക്കാത്തവർക്ക് എന്ത് വേണം? നേരെ വീട്ടിലെ വിളക്ക് കൊളുത്തണം. അതേപോലെ ദശപുഷ്പം ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ദശപുഷ്പം അല്ലെങ്കിൽ ഒരു തുളസീദളം, മുക്കുറ്റി, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചെടികളുണ്ടാവും. അപ്പോൾ ഉള്ള ദശപുഷ്പമായാലും ഇല്ലെങ്കിൽ ഒരു കിഡ്നിയും വെള്ളവും ഒരു തുളസീദളവും അതിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നേരെ 108 പ്രാവശ്യം രാമ 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 എന്ന് ജപിച്ചു കഴിഞ്ഞാൽ രാമായണം പാരായണം ചെയ്ത ഫലം നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നും സാധിച്ചില്ലെങ്കിൽ ഈ രാമനാമം ജപിച്ചാൽ മതി. അത് രാവിലെയുമാകാം വൈകുന്നേരവുമാകാം. വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ ശേഷം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി എല്ലാം വെച്ചിട്ട് ഒന്ന് സന്ധ്യ മയങ്ങിയ ശേഷം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നേരെ 108 പ്രാവശ്യം രാമനാമം ജപിച്ചാൽ രാമായണം വായിപ്പിച്ച ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് നമുക്ക് കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും സാധിക്കും. അതിന് നേരെ പ്രത്യേകിച്ച് ആൾ വേണമെന്നില്ല. വയസ്സായിരിക്കുന്ന അമ്മമാർക്ക് സാധിക്കും, കുട്ടികൾക്ക് സാധിക്കും, പഠിക്കുന്ന കുട്ടികൾക്ക് സാധിക്കും, അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ഗൃഹസ്ഥന്മാർക്ക് സാധിക്കും. എല്ലാവർക്കും രാമ എന്നുള്ളതായിരിക്കുന്ന ആ നാമം ജപിച്ചു കഴിഞ്ഞാൽ രാമായണം സർവ്വതും പൂർത്തിയാക്കിയതായിരിക്കുന്ന ഫലം കിട്ടും. അപ്പോൾ രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാ എന്നുള്ളതായിരിക്കുന്നത് രാമായണത്തിൻ്റെ ആരംഭം വന്നു കഴിഞ്ഞാൽ അതിൽ നേരെ 6 കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്. അപ്പോൾ ഒന്ന് നേരെ ബാലകാന്ഡം, പിന്നെ അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, പിന്നീടാണ് കിഷ്കിന്ധാകാന്ഡം വരിക, സുന്ദരകാന്ഡം, പിന്നെ യുദ്ധകാന്ഡം. ഈ 6 കാണ്ഡങ്ങളുണ്ട്. അപ്പോൾ രാമ എന്നുള്ളതായിരിക്കുന്ന നാമം പറഞ്ഞാൽ ഈ 6 കാണ്ഡത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഉമാമഹേശ്വര സംവാദമാണെന്നാണ്. അപ്പോൾ ഉമയും മഹേശ്വരനും കൂടിയിട്ടുള്ള സംവാദ രൂപത്തിലാണ് രാമായണം ഉള്ളത്. അപ്പോൾ രാമ എന്ന് പറഞ്ഞാൽ ആ ഉമയും മഹേശ്വരനും അവിടെയുണ്ട്. അത് മാത്രമല്ല നേരെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ചൈതന്യവും നേരെ ഉയർന്നു വരുന്നതാണ്. രാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാരത്തിൽ, യോഗമാർഗത്തിൽ മൂലാധാരത്തിലെ കുണ്ഡലിനി ശക്തിയാണ്. മാ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ ഉമാമഹേശ്വരം സംവാദം, ഉമ നേരെ നമ്മുടെ നട്ടലിൻ്റെ അടിഭാഗത്ത് നിന്ന് വരും, മകാരം ശിരസിലും വന്നു കഴിഞ്ഞാൽ എന്തായി? ആ ഉമ മഹാദേവനോട് ചേരുന്ന ഭാഗമായി. അപ്പോൾ രാമായണത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഫലം നമുക്ക് കിട്ടും രാമ എന്നുള്ള നാമത്തിൽ. അത് 108 ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കും. അപ്പോൾ നമ്മുടെ 6 ആ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ 6 ആധാര ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാമായണം നേരെ വായിക്കുന്നത് നല്ലത് തന്നെ. ഇപ്പം അത് പറ്റിയില്ലെങ്കിൽ എന്താണ്? രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മൂലാധാരത്തിൽ നിന്ന് ആ കുണ്ഡലിനി ശക്തിയായിരിക്കുന്ന പാർവതി, ആ ഉമാദേവി നേരെ ഉയർന്നിട്ട്, അപ്പോൾ അതെങ്ങനെ ഉയർന്നിട്ട് നേരെ സഹസ്രാര പത്മത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ 6ാമത്തതാണ് ഭ്രൂമധ്യം എന്ന് പറയാം. അപ്പോൾ ഭ്രൂമധ്യത്തിലുള്ളതായിരിക്കുന്ന ആ മകാരത്തിൽ വന്ന് എത്തിച്ചേരും. അവിടെയാണ് 6 യുദ്ധകാന്ഡം അവിടെയാണ്. പിന്നെ അവിടെ നിന്ന് ഉമയും മഹേശ്വരനും കൂടിയിട്ട് നേരെ ഇവിടെ വരുമ്പോഴാണ് പട്ടാഭിഷേകം നമ്മൾ വായിക്കുക, രാമ പട്ടാഭിഷേകം.
ഇപ്പോൾ രാമപട്ടാഭിഷേകത്തിൽ പാർവതീ പരമേശ്വരന്മാരെ അനുഗ്രഹിക്കുകയാണ് ശ്രീരാമേന്ദ്ര സ്വാമികളെ. അപ്പം അതുകൊണ്ടാണ് രാമനാമം ചൊല്ലിയാലും അതിൽ രാമായണം വായിച്ച ഫലം കിട്ടും. അതെല്ലാവർക്കും സാധിക്കും. പ്രത്യേകിച്ച് പണച്ചെലവില്ല. അവനവൻ്റെ വീട്ടിൽ ഏത് നിർധനനും കുടിൽ മുതൽ കൊട്ടാരം വരെ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ്.